ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ഹൈദരാബാദി റെഡ് ചിക്കൻ റെഡിയാക്കിയാലോ. നല്ല സൂപ്പർ ടേസ്റ്റിയും അതുപോലെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു അടിപൊളി കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആദ്യം തന്നെ കുറച്ച് നട്ട്സ് ഉണ്ടല്ലോ, അതൊരു പിടി മതിയാവും. അതൊന്ന് ഇളം ചൂട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടി ഇത് പാൻ ചൂടായി ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ലോണം ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ഉള്ളി സ്ലൈസ് ചെയ്തത് നേരിയതായിട്ട് അതും ഇട്ടിട്ട് ഇതേപോലെ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾക്ക് അത് കോരി മാറ്റാം. അപ്പോൾ ആദ്യം വേണ്ടത് ഇതൊക്കെയാണ്. ഇതെല്ലാം ഒന്ന് നമ്മളവിടെ റെഡിയാക്കി വെക്കാം. പിന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം നമ്മൾ ചിക്കനിലോട്ടിട്ട് മിക്സാക്കിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. വേറെ വാട്ടലും അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ആദ്യം ഈ ചിക്കനിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ചിക്കൻ എത്ര ഉണ്ടോ അത് നോക്കിയിട്ട് നിങ്ങൾ പൊടിൻ്റെ അളവെല്ലാം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്. ഇപ്പോൾ നല്ല കളറ് മാത്രമേ ഉണ്ടാവും, അങ്ങനെ എരിവ് ഉണ്ടാവില്ല. പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ വരെ ഇടാം. കാരണം ഈ ഹൈദരാബാദി ചിക്കൻ കുറച്ച് ഫ്ലേവർ കൂടുതലാണ്, സ്മെല്ലും കളറും ഫ്ലേവേഴ്സ് എല്ലാം കൂടുതലുള്ളതായിരിക്കും. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു മീഡിയം തക്കാളിയും 2 പച്ചമുളകും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചിട്ടും ഒഴിക്കാം കേട്ടോ. പിന്നെ 2 പച്ചമുളകും ചെറുതായി ചോപ്പ് ചെയ്തത് അതും കൂടി ഇടുക. പിന്നെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, അതിങ്ങനെ മഷി പോലെ അരച്ച് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ 1 ടീസ്പൂൺ വിനെഗർ സുർക്ക ഉണ്ടല്ലോ അതും, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്. പിന്നെ ലാസ്റ്റ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി അതൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ആ ചിക്കനോട്ട് ഇതെല്ലാം പിടിക്കണം. എല്ലാം കൂടി നല്ല സമയം എടുത്തിട്ട് തന്നെ മിക്സാക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ഒഴിക്കുന്നുണ്ട്. അത് നിർബന്ധമേ ഇല്ല. ഞാനിത് ഒരു ഫോട്ടോനും വീഡിയോയിലെല്ലാം കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഒഴിക്കുന്നത്. നിങ്ങളത് ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്നിട്ടെല്ലാം കൂടി വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനിയിപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്ത പാൻ ഉണ്ടല്ലോ, ആ സെയിം പാനിൽ തന്നെ ഇത് കുക്ക് ചെയ്യാൻ ഇടുന്നത്. അപ്പോൾ അധികം ഓയിലുണ്ടെങ്കിൽ കുറച്ച് മാറ്റുക. ഒരു 2 ടേബിൾ സ്പൂണിൽ ഓയിൽ മതിയാവും. ഇനി അതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ആ പാത്രം ഫുള്ള് തുടച്ച് വടിച്ചിട്ട് വേണം ഇതിലിട്ട് കൊടുക്കാൻ. പിന്നെ വെള്ളമൊന്നും ഒട്ടും ചേർക്കണ്ട. എന്നിട്ടെല്ലാം കൈ കൊണ്ടെല്ലാം ഒന്ന് പരത്തി കൊടുത്തെല്ലാം ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മളൊന്നും ചെയ്യണ്ട, അവിടെ കിടന്നിട്ട് കുക്കാട്ടെ. ഇപ്പോൾ ചിക്കനെല്ലാം വെന്തിട്ടുണ്ട്. എല്ലാം ഒന്ന് നോക്കാൻ എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ടേസ്റ്റെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക ഈ സമയത്ത്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില, പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും അതും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെക്കുക. ഇട്ടെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. കണ്ടുവന്നല്ല, ഹൈദരാബാദി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ് എല്ലാത്തിൻ്റെ കൂടെയും. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.